എന്ത് സംഭവം? ലേറ്റന്റ് സൗണ്ടിന്റെ ഓപ്പറേറ്റർ കൺട്രോൾ റൂമിലേക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ബ്ലോഗാട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ വലിയൊരു ഉത്സവം നടക്കുകയാണ്. ഇപ്പോൾ കളിയാട്ട മഹോത്സവം, പെരും കളിയാട്ട മഹോത്സവം നടക്കുകയാണ്. എവിടെ സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ആദൂരിലാട്ടോ, മുള്ളേരി ടൗണിൽ കുറച്ച് പോയാൽ ആ ഒരു സ്ഥലത്ത് എത്തും കേട്ടോ. അപ്പോൾ ഇന്നലെയാണ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ പോയിട്ടുണ്ടായിരുന്നു. ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഷോർട്സ് ആയിട്ട് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കണ്ണനുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് ലോങ് വീഡിയോസ് ഒന്നും ആയിട്ട് എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ രാത്രി അങ്ങോട്ട് പോകുന്നുണ്ട്. കുറച്ച് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അവിടെ ഇപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ ഞങ്ങളിപ്പോൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനെ ഞങ്ങളെ കൂട്ടുന്നില്ല. കണ്ണനെ അച്ഛൻ്റെ അമ്മയുടെ ആക്കിയിട്ട് ഞാനും രാവിലേട്ടനും കൂടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അത് ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. എത്രത്തോളം പറ്റുമെന്നാണെങ്കിലും നോക്കട്ടെ. പിന്നെന്താണ്, ഈ ഒരു സ്ഥലം കാസർഗോഡ് ജില്ലയിലെ ആദൂരാട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോയത്, ആ താനത്തേക്ക് പോയത് ആദ്യമായിട്ടാണ്. ഇന്ന് നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി തിരുവാതിര ഉണ്ടായിരുന്നു, പിന്നെ വൈക്കം വിജയലക്ഷ്മി, പിന്നെ ശ്രീനാഥ്, ശിവശങ്കർ അവരെല്ലാം വന്നിട്ട് പാട്ട് പാടിയെന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. അപ്പോൾ ഇന്ന് എന്തായാലും പോയിട്ട് അടുത്ത കുറച്ച് പ്രോഗ്രാമും പിന്നെ കുറേ എന്താ പറയുക സ്റ്റാൾസൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ എന്തൊക്കെയോ ഫുഡ് സ്റ്റാൾസ്, പിന്നെ എന്തൊക്കെയോ വിൽക്കുന്ന സ്റ്റാൾസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. എത്രത്തോളം പറ്റുമെന്നല്ല നോക്കട്ടെ. പിന്നെ ഇത് എക്സ്പോ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കയറാൻ പറ്റുമെന്ന് നോക്കാം. ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങളൊരു 8:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാനും രാവിലേട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ണനെ ഞങ്ങൾ കൂട്ടിയില്ല. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞാണ്, അതുകൊണ്ട് കണ്ണനെ കൂട്ടി അലമ്പാക്കാണ്ടെന്ന് വെച്ച് ഞങ്ങൾ മാത്രമാണ് പോകുന്നത്. പിന്നെ കണ്ണൻ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് പോയിട്ട് വരാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് മുള്ളേരി ടൗണിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദൂർ എത്തി. ആദൂർ എത്തുമ്പോൾ തന്നെ ഒരു വലിയൊരു കമാനം കാണാം കേട്ടോ. അതിൽ എഴുതിയിട്ടുണ്ട് പെരുങ്കളിയാട്ട മഹോത്സവം എന്ന്. അപ്പോൾ ഇതിലൂടെ പോകുമ്പോൾ ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. അതായത് നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാം. രാത്രിയിലാണ് നമുക്ക് ഇതിൻ്റെ ഭംഗിയൊക്കെ എടുത്ത് കാണിക്കുന്നത് കേട്ടോ. പകലൊക്കെ ഞാൻ പോയ ടൈമിൽ ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, പക്ഷേ ഇപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത്. ഒരുപാട് ലൈറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കളർഫുൾ ആയിട്ടുള്ള ഇങ്ങനെ നല്ല ജില്ലായിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്നത് ജനുവരി 19 മുതൽ 24 വരെ കേട്ടോ. അപ്പോൾ പെരുങ്കളിയാട്ടമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയി ഇപ്പോൾ തറവാട്ടിൻ്റെ അടുത്ത് എത്തി കേട്ടോ. അപ്പോൾ ഈ തറവാട്ടിൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ കളർഫുള്ളായിട്ടുള്ള ലൈറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ ട്യൂബും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു സഹകരണമായിരുന്നു കേട്ടോ. കാരണം എല്ലാത്തിനും പാർക്കിംഗ് ഏരിയയിലാണെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഒരു കുറവുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല സഹകരണം കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പാർക്കിംഗ് ഏരിയയിലെത്തി. അപ്പോൾ പാർക്കിംഗ് ഏരിയയിലെത്തിയപ്പോൾ തന്നെ ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2 വീലർ വെക്കാനും ബൈക്ക് വെക്കാനും കാറ് വെക്കാനുള്ള വേറെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വിശാലമായ പാർക്കിംഗ് ഏരിയ ആണ്. പിന്നെ രാഹുലേട്ടൻ്റെ ഫ്രണ്ടും വൈഫും ഉണ്ടായിരുന്നു കേട്ടോ. അവരെ ഞാൻ കാണിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവരങ്ങനെ വീഡിയോയിൽ മുന്നിലൊന്നും വരുന്ന ആൾക്കാരല്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും അവരെ കാണിച്ചു തരാം കേട്ടോ. അവരുടെ അനുമതിയോട് കൂടി ഞാൻ എന്തായാലും അവരെ കാണിച്ചു തരാം ഒരു ദിവസം. അപ്പോൾ ആളുടെ വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ഇപ്പോൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ്. അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുൾ ലൈറ്റ് മഴയായിരുന്നു, നല്ല രസമായിരുന്നു കാണാൻ. പിന്നെ ഓരോരോ ദൈവത്തിൻ്റെ പിക്ചറിൽ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല രസമായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കണ്ണനെ കൂട്ടണം എന്ന് തോന്നുന്നു, കാരണം കണ്ണന് ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ ദേ നമ്മൾ അമ്പലത്തിനുള്ളിലെത്തി. തൊഴുതതിന് ശേഷം നമ്മൾ നേരെ അവിടെ തറവാട്ടിലേക്ക് പോകാം കേട്ടോ. അമ്പലത്തിന് ഫ്രണ്ടിൽ തന്നെയാണ് അവരുടെ തറവാട്. അപ്പോൾ ഈ കാണുന്നത് ഗ്യാലറി ആട്ടോ. അതായത് തെയ്യമൊക്കെ കാണാൻ വരുന്നവർക്ക് നല്ല രീതിയിൽ ഇരുന്ന് കാണാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഏരിയയിലാണുള്ളതെങ്കിൽ അവിടെ ഒരു വലിയൊരു സ്ക്രീൻ ഉണ്ട്. അതിലൂടെ നമുക്ക് ലൈവായിട്ട് തെയ്യം കാണാൻ പറ്റും. അല്ലെങ്കിൽ വീട്ടിലാണുള്ളതെങ്കിൽ നമുക്ക് അവരുടെ ചാനലിലൂടെ ലൈവായിട്ട് തെയ്യമൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ അവരുടെ തറവാട്ടിലേക്ക് പോവാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് തറവാട്. തറവാട്ടിലേക്ക് പോകുന്നത് ഒരു കുഞ്ഞു പാലത്തിലൂടെയാണ്. അതിന് താഴെ ഒരു കുഞ്ഞു ചാലുണ്ട് കേട്ടോ. അതിലൊരു തോണി ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ക്ലിപ്സ് എൻ്റെ കയ്യിൽ നിന്ന് കാണാതായിപ്പോയി കേട്ടോ. ഞാൻ എത്ര നോക്കിയിട്ടും കിട്ടിയില്ല. അപ്പോൾ അതിൽ ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാത്തത്. അങ്ങനെ ഞങ്ങൾ തറവാട്ടിലെത്തിയതിന് ശേഷം നമ്മൾ തൊഴുതതിന് ശേഷം നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ തറവാട്ടിലേക്ക് പോകുന്ന വഴി നല്ല ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു. ഫുൾ ലൈറ്റ് മയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ നമ്മൾ നേരെ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്ന സ്ഥലത്തിലാട്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ലൈറ്റ് മയായിരുന്നു കേട്ടോ. ഫുൾ ലൈറ്റ് മയായിരുന്നു. നല്ല രസമായിരുന്നു. രാത്രിയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. പകലൊന്നും നമുക്ക് ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് സ്റ്റേജ്. അപ്പോൾ നമ്മളിപ്പോൾ ക്യൂ നിൽക്കുന്ന ഏരിയയിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യൂ നിന്ന് തന്നെ അവരുടെ ഡാൻസും പാട്ടൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ സ്റ്റേജിൻ്റെ അടുത്താണെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഇതേ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ക്യൂ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോഴൊന്നും കിട്ടില്ല എന്ന്. അങ്ങനെ വലിയൊരു ക്യൂ ആയിരുന്നു കേട്ടോ. പക്ഷേ ക്യൂ ഒക്കെ പെട്ടെന്ന് തന്നെ നീങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതേ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ ഇലയാണ് ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ എനിക്ക് ക്യൂ നിൽക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. രാവിലെ കണ്ണനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ കുഞ്ഞുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ അവർ ഫുഡും കാര്യങ്ങളൊക്കെ തരും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ചോറ്, പരിപ്പ് കറി, രസം, അച്ചാർ, കേബേജ് വറവ്, പിന്നെ അവിയലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ദിവസം ഓരോ വിഭവങ്ങളാണ്. ഇന്ന് ഇത്രയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ഫുഡ് കഴിച്ചു. അതിന് ശേഷം പായസം ഉണ്ടായിരുന്നു. പായസത്തിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ റെക്കോർഡ് ചെയ്തില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം കിട്ടായിരുന്നത്. അപ്പോൾ പായസമൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ ഇപ്പോൾ സ്റ്റേജിൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. സ്റ്റേജിൻ്റെ അടുത്താണെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറേ പേരെ കണ്ടുമുട്ടി കേട്ടോ. കുറേ പേരെന്ന് വെച്ചാൽ നമ്മുടെ ബന്ധുക്കളൊക്കെ കുറേ പേരെ കണ്ടുമുട്ടി. പിന്നെ ഫ്രണ്ട്സിനെ കുറേ പേരെ കണ്ടുമുട്ടി. അപ്പോൾ ഇത് ഫുഡ് ഉണ്ടാക്കുന്ന ഏരിയ കേട്ടോ. അപ്പോൾ അതെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുന്നേ ഉള്ളൂ. ഒരു ഓപ്പൺ ഏരിയ ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ നേരെ സ്റ്റാൾസിൻ്റെ അടുത്തേക്ക് പോയി കേട്ടോ. ഞങ്ങളെ നമ്പർ അഡ്രസ് ഇവിടെ തന്നെ ഉണ്ട്. അത് തലൈവർ നമ്പറാണ്. എന്ത് സംഭവം? അതിനോട് കൊടുത്തു, കോയിന് കൊടുത്തു. ഏത് വരുന്നോ? എന്ത് രാവിലെ കേട്ടാ നിങ്ങൾ അന്നെങ്കിലും ആലോചിച്ചിട്ടുണ്ട്. ദുരന്തം കൈ വലുതുണ്ടോ? അനു അനു